എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിലെ ഞാറക്കലിന് പറയാൻ ഒത്തിരി കഥകളുണ്ട്. വിശ്വാസത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അഭിമാന സ്മാരകമാണ് ഞാറക്കലിലെ സെൻറ് മേരീസ് ചർച്ച്. നൂറ്റാണ്ടുകളുടെ വിശ്വാസ പാരമ്പര്യം പേറുന്ന ഈ ദേവാലയം ആത്മീയ ജീവിതത്തിൻ്റെയും സാമൂഹിക ഐക്യത്തിൻ്റെയും കേന്ദ്രമായി ഇന്നും നിലകൊള്ളുന്നു. പോർച്ചുഗീസ് മിഷണറിമാർ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിച്ച കാലഘട്ടത്തിൽ രൂപം കൊണ്ട ഈ ഇടവക കാലക്രമേണ വളർച്ച കൈവരിച്ച് ഇന്നത്തെ മനോഹരമായ ദേവാലയമായി വികസിച്ചു. ഗോത്തിക് ശൈലിയുടെ സ്വാധീനമുള്ള നിർമ്മാണ ഭംഗിയും ഉയർന്ന ഗോപുരങ്ങളും വിശാലമായ അൾത്താരയും ദേവാലയത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഞാറക്കലിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും സെൻറ് മേരീസ് ചർച്ചിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് മാത്രമാണ് ചെറിയൊരു വിവരണം സെൻറ് മേരീസ് ചർച്ചിനെ കുറിച്ച് നൽകിയത്. സെൻറ് മേരീസ് ചർച്ചിനടുത്താണ് ഞാറക്കൽ ബൂൾ ബസാർ. കാലം മറക്കാത്ത ഒരു ചരിത്രം. കാലചക്രത്തെ 80 വർഷം പിന്നിലേക്ക് തിരിക്കാം. 1940കളിലെ ഞാറക്കൽ ഇന്നത്തെ പോലെ വാഹനങ്ങളുടെ തിരക്കോ വലിയ വ്യാപാര സമുച്ചയങ്ങളോ ഇല്ലായിരുന്നു. എന്നാൽ ഒരു നാടിൻ്റെ ജീവസ്പന്ദനം നിലനിർത്തിയിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അതാണ് ബൂൾ ബസാർ. പുലർച്ചെ മഞ്ഞ് പൂർണ്ണമായി മാറും മുമ്പേ എറണാകുളത്തു നിന്നും പറവൂരിൽ നിന്നുമുള്ള കെട്ടുവള്ളങ്ങൾ നിറയെ ചരക്കുകളുമായി ബൂൾ ബസാറിൻ്റെ കടവിലെത്തും. വള്ളങ്ങൾ കരയോട് ചേർന്ന് നിൽക്കുമ്പോൾ തൊഴിലാളികളുടെ വിളികളും കച്ചവടക്കാരുടെ വിലപേശലുകളും ചരക്കിറക്കുന്ന തിരക്കുകളും ചേർന്ന് ആ പ്രദേശം ഉണർന്നെഴുന്നേൽക്കും. ആ ബസാറിന് ബൂൾ എന്ന പേര് ലഭിച്ചത് അക്കാലത്തെ പ്രമുഖ വ്യാപാരിയായിരുന്ന ഇളങ്ങുന്നപ്പുഴ ഔസേപ്പ് ചേട്ടനിൽ നിന്നാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവം കാരണം നാട്ടുകാർ സ്നേഹത്തോടെയും കൗതുകത്തോടെയും അദ്ദേഹത്തെ ബൂളെന്ന് വിളിച്ചു. പിന്നീട് ആ പേര് തന്നെ ബസാറിൻ്റെ പേരായി മാറി, ബൂൾ ബസാർ. അവിടെ എത്തിയ ഓരോ ചാക്കും ഓരോ കുട്ടയും ഓരോ ചരക്കും ഒരു കുടുംബത്തിൻ്റെ അന്നമായിരുന്നു. തലച്ചുമടായും കാളവണ്ടികളിലുമായി അവ സമീപ ഗ്രാമങ്ങളിലേക്ക് യാത്രയായി. അങ്ങനെ ഒരു ബസാർ മാത്രമല്ല, ഒരു നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയമായിരുന്നു ബൂൾ ബസാർ. സൂര്യൻ അസ്തമിച്ച ശേഷവും അവിടുത്തെ ജീവിതം അവസാനിച്ചിരുന്നില്ല. കടവിനരികിൽ നിരനിരയായി കെട്ടിയിട്ടിരുന്ന കെട്ടുവള്ളങ്ങളിൽ തെളിഞ്ഞ പാരിസ് വിളക്കുകളുടെ മഞ്ഞ വെളിച്ചം വെള്ളത്തിൽ തിളങ്ങി നിന്നു. കായലിലെ ഓളങ്ങളും തുഴകളുടെ താളവും ആ വിളക്കുകളുടെ പ്രകാശവും ചേർന്ന് ഇന്നും ഓർമ്മകളിൽ മായാത്തൊരു രാത്രി കാഴ്ച സൃഷ്ടിച്ചു. കാലം മുന്നോട്ട് സഞ്ചരിച്ചു. കെട്ടുവള്ളങ്ങൾക്ക് പകരം ലോറികൾ വന്നു. ജെട്ടികളുടെ പ്രാധാന്യം കുറഞ്ഞു. ബൂൾ ബസാറിൻ്റെ പഴയ തിരക്കുകളും പതിയെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. എന്നാൽ ആ കടവിലൂടെ ഒരിക്കൽ ജീവിതം തേടി നടന്നുപോയ മനുഷ്യരുടെ കാൽപ്പാടുകളും പാരിസ് വിളക്കുകളുടെ പ്രകാശവും കച്ചവടത്തിൻ്റെ മുഴക്കവും ഇന്നും ഞാറക്കലിൻ്റെ ഓർമ്മകളിൽ മായാതെ നിലകൊള്ളുന്നു. ബൂൾ ബസാർ ഒരു ചന്തയുടെ പേര് മാത്രമല്ല, ഒരു നാടിൻ്റെ ചരിത്രം, ഒരു തലമുറയുടെ ജീവിതം, മറക്കാനാവാത്ത ഒരു ഓർമ്മ. ഒരു കാലത്ത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിനും ഉപജീവനത്തിനും ഊർജം പകർന്നിരുന്ന ആ ചരിത്രം ഇന്നും ഞാറക്കലിൻ്റെ ഓർമ്മകളിൽ ജീവിച്ചിരിക്കുന്നു.